അന്തരിച്ച നടൻ കലാഭവൻ മണിയോട് അവഗണന കാണിച്ചു എന്ന ആരോപണത്തിൽ വർഷങ്ങളായി കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന നടിയാണ് ദിവ്യ ഉണ്ണി. നിറത്തിന്റെ പേരിൽ കലാഭവൻ മണി അപമാനിച്ചുവെന്നും കലാഭവൻ മണിയുടെ നായികയാകാൻ വിസമ്മതിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ അടുത്ത കാലത്ത് സംവിധായകൻ വിനയൻ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന എൻ്റെ സിനിമയിൽ കലാഭവൻ മണിയുടെ നായികയാകാനില്ലെന്ന് പറഞ്ഞ് ദിവ്യ ഉണ്ണിയല്ല, പ്രശസ്തയായ മറ്റൊരു നടിയാണെന്ന് വിനയൻ വ്യക്തമാക്കി. കല്യാണ സൗഗന്ധികത്തിൽ മണിയുടെ നായികയല്ല താനെന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞത് 14-കാരിയുടെ ചിന്തയിൽ നിന്നാണെന്നും വിനയൻ പറഞ്ഞു. എന്തുകൊണ്ട് തനിക്കെതിരെ വന്ന കുറ്റപ്പെടുത്തലുകളോട് പ്രതികരിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ഇപ്പോൾ ദിവ്യ ഉണ്ണി. ഒരു പ്രസ്താവന നമ്മൾ പ്രതികരണം കൊടുത്താൽ അതിന് രണ്ട് പക്ഷം പറയുന്നവരുണ്ടാകും. അക്കാര്യത്തിൽ ഇന്ന് രണ്ട് പക്ഷത്താണ്. അതെന്താണെന്ന് കരുതിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പൊതുവെ പ്രതികരണം നൽകാത്തയാളാണ് ഞാൻ. അടുപ്പമുള്ളവർ അത് നല്ല ശീലമാണെന്നും നല്ല ശീലമല്ലെന്നും പറയാറുണ്ട്. എന്തുകൊണ്ട് നീയൊന്നും പറയുന്നില്ലെന്ന് ചോദിക്കാറുണ്ടെന്നും റിയാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ എനിക്കിതുവരെയും തോന്നിയിട്ടില്ലെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു. ഇന്നത്തെ നടിമാർ പോലെ ആയിരുന്നില്ല അന്ന് നടിമാരുടെ കരിയർ മുന്നോട്ട് നീങ്ങിയിരുന്നതെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു. പ്ലാനിങ്ങും സ്ക്രിപ്റ്റിങ്ങും റീഡിങ്ങും ഒക്കെ പിന്നീട് വന്ന രീതിയാണ്. അന്നൊക്കെ ഫിലിം മേക്കേഴ്സിൽ വിശ്വാസമുണ്ടായിരുന്നു. ഐ.വി. ശശി സാർ, ഭരതൻ സാർ തുടങ്ങിയവരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കഥാപാത്രമായി നമ്മളെ സങ്കല്പിക്കുന്നത് തന്നെ ഒരു വാലിഡേഷൻ ആയിരുന്നു. അതിൻ്റെ മുകളിൽ ചിന്തിക്കേണ്ട ആവശ്യം അന്ന് നമുക്ക് തോന്നിയിട്ടില്ല. സിനിമാ രംഗത്ത് നിന്നുള്ള സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറവാണ്. പക്ഷേ കാണുമ്പോൾ നിർത്തിയിടത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ സാധിക്കാറുണ്ടെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു.